അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തേജസ് ന്യൂസിൻ്റെ ആത്മസഞ്ചാരത്തിലേക്ക് സ്വാഗതം. ഈമാനിൻ്റെ മധുനുകർന്ന ഭാഗ്യശാലികളുടെ രോമാഞ്ചപുളകിതമായ ജീവിത സാക്ഷ്യങ്ങൾ പൗരാണിക ചരിത്രത്തിലും ആധുനിക ലോകത്തും സുലഭമാണ്. കറുത്ത അടിമ ബിലാൽ മക്കയുടെ രോമാഞ്ചമായി മാറിയ കഥയുണ്ട്. ജുമഹ് ഗോത്രത്തിൻ്റെ നേതാവ് ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ അടിമയായിരുന്നു ബിലാൽ. അതേ ഗോത്രക്കാർക്ക് വേണ്ടി അടിമപ്പണിയെടുത്ത നീഗ്രോ വർഗത്തിൽപ്പെട്ട ഒരു കറുമ്പിപ്പെണ്ണിൻ്റെ മകനായാണ് ബിലാൽ അമ്മയുടെ വഴിയിലെത്തിയത്. ആയിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമന വാർത്ത എവിടെയും ചർച്ചാ വിഷയമായിരുന്നു. പ്രത്യേകിച്ച് പാവപ്പെട്ട മനുഷ്യരെ അടിമകളാക്കി വെച്ച് മൃഗങ്ങളെപ്പോലെ പണിയെടുപ്പിക്കുന്ന ഉന്നത ഗോത്രങ്ങളിൽ. അങ്ങനെ നബി വിദ്വേഷം വിളമ്പുന്ന ചർച്ചകൾക്കിടയിൽ നിന്ന് ബിലാൽ പലതും വായിച്ചെടുത്തു. വിഗ്രഹാരാധനയോടുള്ള വിരോധം, അടിമത്തം അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്ന സന്ദേശം, മനുഷ്യർ തുല്യരാണെന്നുള്ള പ്രഖ്യാപനം, അങ്ങനെ പലതും. ബിലാലിൽ ഉറങ്ങിക്കിടന്ന സ്വാതന്ത്ര്യദാഹം ഒരു ദിവസം അദ്ദേഹത്തെ കൊണ്ട് ചങ്ങല പൊട്ടിച്ചു. അദ്ദേഹം നബി സന്നിധിയിലെത്തി ലാ ഇലാഹ ഇല്ലല്ലാ, അടിമത്തം അള്ളാഹുവിന് മാത്രം എന്ന സത്യവാക്യം ഏറ്റുചൊല്ലി. പണവും ആഭിജാത്യവും കൊണ്ട് അഹങ്കരിച്ചു പോയ ജുമഹ് ഗോത്രത്തിന് അത് മുഖത്തേറ്റ പ്രഹരം പോലെയായി. അവർ കലിതുള്ളി അലറി. ഉടുപ്പില്ലാത്ത ബിലാലിനെ പിടികൂടി ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ മലർത്തിക്കിടത്തി ഭാരമേറിയ പാറക്കല്ലുകൾ നെഞ്ചത്ത് വലിച്ചു വെച്ചു. തലങ്ങും വിലങ്ങും ചാട്ടവാറുകൾ കൊണ്ട് ആഞ്ഞു പ്രഹരിച്ചു. അവർക്കിത്രയേ വേണ്ടൂ, ഈ അടിമച്ചക്കൻ യജമാനന്മാരുടെ പ്രമാണിത്ത മേൽക്കോയ്മയെ ചോദ്യം ചെയ്യരുത്, ഏകനായ ദൈവത്തിനെ അടിമപ്പെടൂ എന്ന് പറയരുത്. കാരണം അതാണ് പ്രശ്നത്തിൻ്റെ കാതൽ. ബിലാലിന് ജീവൻ പോയാലും പ്രശ്നമില്ല, സ്വാതന്ത്ര്യത്തിൻ്റെ ആ മുദ്രാവാക്യമാണ് വിളിച്ചു പറയേണ്ടതെന്ന ശാഠ്യവും. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു, അഹദ് അഹദ്, അള്ളാഹു ഏകൻ, അള്ളാഹു ഏകൻ. പകലിലെ ഈ പീഡനങ്ങൾ കഴിഞ്ഞപ്പോൾ രാത്രിയിൽ കഴുത്തിൽ കയറുകെട്ടി തെരുവിലൂടെ അങ്ങാടിക്കുട്ടികളെ കൊണ്ട് വലിച്ചിഴച്ചു. പിറ്റേന്നും ഇത് തന്നെ തുടർന്നു. അതുവഴി വരികയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് ഈ അവസ്ഥ കണ്ട് അലറിപ്പറഞ്ഞു, അള്ളാഹുവാണ് എൻ്റെ നാഥൻ എന്ന് പറഞ്ഞതിന് നിങ്ങളൊരു മനുഷ്യനെ കൊല്ലുന്നോ? ബിലാലിന് ചോദിക്കാൻ ആളുണ്ടെന്ന് മനസ്സിലാക്കിയ ഉമയ്യത്ത് അബൂബക്കറിലേക്ക് കാതുകൂർപ്പിച്ചു. അപ്പോൾ അബൂബക്കർ പറഞ്ഞു, ആവശ്യമുള്ള വില വാങ്ങിക്കൊണ്ട് അദ്ദേഹത്തെ മോചിപ്പിക്കുക. അങ്ങനെ സ്വതന്ത്രനായ ബിലാൽ അബൂബക്കറിൻ്റെ കൈപിടിച്ച് നബിസന്നിധിയിലേക്ക് നടന്നുപോയി. അമ്മാറും യാസിറും സുമയ്യയുമെല്ലാം സമാനമായ ജീവിതാനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ്. ആധുനിക ലോകത്തും വിശ്വാസികൾ പരീക്ഷിക്കപ്പെടുകയാണ്. എന്തിനാണ് അവർ ആദർശത്തിന് പകരമായി ജീവൻ പണയപ്പെടുത്തുന്നത്? എന്താണ് അവർ നേടുന്നത് എന്നൊക്കെ ചോദിക്കാം. വിശ്വാസത്തിൻ്റെ അവാച്യമായ അനുഭൂതിയാണ് അയാൾ അനുഭവിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശവാക്യത്തിലെ ലാ ഇലാഹ, ദൈവമേ ഇല്ല എന്ന പ്രഖ്യാപനത്തിലൂടെ മനുഷ്യരോടുള്ള അടിമത്തത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും ആരാധനാ മനോഭാവത്തിൻ്റെയും സകലവിധ അംശങ്ങളെയുമാണ് പുറന്തള്ളുന്നത്. ഭൂതപ്രേതാദികളിൽ വിശ്വാസമർപ്പിച്ച് അവയ്ക്ക് ആരാധനകളും വഴിപാടുകളും നടത്തുന്ന, അതിശയോക്തിപരമായ കഥകൾ ചമച്ച് വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠകളെയും മരങ്ങളെയും നദികളെയും ആരാധിക്കുകയും നേർച്ചകൾ നടത്തുകയും ചെയ്യുന്ന, മരിച്ചുപോയവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ മനുഷ്യരെ സൃഷ്ടാവിൻ്റെ പ്രതിരൂപങ്ങളോ ഇടയാളന്മാരോ ആക്കി അവരോട് സങ്കടങ്ങളും ആവലാദികളും ബോധിപ്പിക്കുന്ന, മായാവിലാസങ്ങളിലൂടെ പുണ്യപുരുഷന്മാരായി രംഗപ്രവേശം ചെയ്യുന്ന പ്രത്യേക വ്യക്തികളെ പണമോ ഉപഹാരങ്ങളോ നൽകി പ്രസാദിപ്പിക്കുന്ന, പ്രണാമമർപ്പിക്കുന്ന, സ്വേച്ഛാധിപതിയായ ഭരണാധിപനെ പേടിച്ച് വിശ്വാസാദർശങ്ങൾ അടിയറ വയ്ക്കുന്ന, ദൈവീക നിയമങ്ങൾ പാലിക്കാത്ത ചൂഷകന്മാരായ പുരോഹിതന്മാരെയും ധൂർത്തന്മാരായ പ്രമാണിമാരെയും അവർക്കും വിധേയപ്പെടുന്ന, ജ്യോത്സ്യന്മാരെയും ജ്യോതിഷന്മാരെയും മന്ത്രവാദികളെയും പ്രവചനക്കാരെയും വിശ്വസിച്ച് അവരെ അനുസരിക്കുന്ന, സൂര്യ ചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങളെ വണങ്ങുകയും അവയുടെ ഗ്രഹനിലയിലാണ് ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഇത്തരം അന്ധവിശ്വാസങ്ങളെ അത് മനുഷ്യരെ അടിമപ്പെടുത്തുകയാണ്, മനസ്സമാധാനം കെടുത്തുകയാണ്. അതിൽ നിന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാ മോചിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൽ ആശയപരമായ രണ്ട് വശങ്ങൾ കാണാം. ലാ ഇലാഹ എന്ന വ്യാജ ദൈവങ്ങളോടുള്ള നിഷേധത്തിൻ്റെ വശവും ഇല്ലല്ലാ എന്ന സാക്ഷാൽ ദൈവത്തെ സ്ഥിരീകരിക്കുന്ന വശവും.
ജീവിത പരിസരത്തെ വിശ്വാസാചാരങ്ങളും ആദർശ സങ്കല്പങ്ങളെയും യുക്തിസഹമായി ചോദ്യം ചെയ്തുകൊണ്ടാണ് വിശ്വാസി ഈമാനിൻ്റെ കവാടം തള്ളിത്തുറക്കുന്നത്. പിന്നീട് അവനൊരു ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും ദൗർബല്യത്തിൽ നിന്ന് ശക്തിയിലേക്കും അധോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്കും ആണ് തുറവി ലഭിക്കുന്നത്. ആർക്കും പരീക്ഷിച്ചറിയാവുന്ന ഈ സത്യം ഖുർആൻ ഇങ്ങനെ പറഞ്ഞു വച്ചിരിക്കുന്നു: ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ്യ് ഫമൻ യക്ഫുർ ബിത്താഗൂത്ത് വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ. മതത്തിൽ ബലാത്കാരമില്ല, ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗം വ്യതിരിക്തമായിരിക്കുന്നു. ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ്യ് ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്. ആരെങ്കിലും വ്യാജ ദൈവങ്ങളെ തള്ളിക്കളയുകയും അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്താൽ അവൻ ശക്തമായ പിടിവള്ളിയെയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. ആത്മസഞ്ചാരം ഇവിടെ പൂർത്തിയാവുന്നു. അടുത്തയാഴ്ചയിൽ വീണ്ടും മറ്റൊരു വിഷയവുമായി.